ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷമാകുമ്പോൾ ദീർഘകാലമായി പ്രാദേശിക ശത്രുക്കളായ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷങ്ങൾ കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട് G7 നേതാക്കൾ സംയുക്ത പ്രസ്താവന ഇറക്കി. ടെല്ലവീവിന് സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ടെന്നും അതേസമയം ടെഹ്റാനിൽ ആണവായുധങ്ങൾ കൈവശം വയ്ക്കാൻ കഴിയില്ലെന്നും അവർ പറയുന്നു. UK, കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, US എന്നീ രാജ്യങ്ങളിലെ G7 നേതാക്കളും യൂറോപ്യൻ യൂണിയനും കാനഡയിലെ കനാസ്കിസിൽ യോഗം ചേരുന്നുണ്ട്. സൈപ്രസിൽ നിന്ന് കാനഡയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഉച്ചകോടിയുടെ ഭാഗമായി. ഇസ്രായേൽ ഇറാൻ സംഘർഷം, ഇസ്രായേൽ ഹമാസ് യുദ്ധം, യുക്രൈൻ യുദ്ധം തുടങ്ങിയ വിഷയങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്യുന്നു. ഇസ്രായേലിനോടും ഇറാനോടും പിരിമുറുക്കങ്ങൾ കുറയ്ക്കാനും പ്രാദേശിക സ്ഥിരതയിൽ വിട്ടുവീഴ്ച ചെയ്യുന്നത് ഒഴിവാക്കാനും നേതാക്കൾ ആവശ്യപ്പെട്ടതായി G7 പ്രസ്താവനയിൽ പറയുന്നു. ഊർജ വിപണി ഉൾപ്പെടെയുള്ള വിപണി സ്ഥിരത സംരക്ഷിക്കാൻ പ്രവർത്തിക്കുമെന്ന് G7 നേതാക്കൾ പറഞ്ഞു. ആഗോളതലത്തിൽ എണ്ണവില കുതിച്ചുയരുന്ന ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ കാനഡയിൽ നടക്കുന്ന G7 ഉച്ചകോടി ജനാധിപത്യ ശക്തികൾക്കിടയിൽ ഐക്യത്തിന്റെ ഒരു സാമ്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതിനുള്ള സുപ്രധാന നിമിഷമായി കാണുന്നു. തിങ്കളാഴ്ച പുലർച്ചെ ഇറാനിയൻ മിസൈലുകൾ പ്രധാന ഇസ്രായേലി നഗരങ്ങളിൽ പതിച്ചു. 4ാം ദിവസവും പോരാട്ടം തുടരുകയും ഇരുവശത്തും സാധാരണക്കാർക്ക് നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തു. മറുപടിയായി പടിഞ്ഞാറൻ ടെഹ്റാനിലെ ഒരു സൈനിക താവളത്തിൽ ഇസ്രായേൽ ആക്രമണം നടത്തി. വ്യോമ പ്രതിരോധ സംവിധാനം സജീവമാക്കിയതായി ഇറാന്റെ ഫാസ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഇസ്രായേൽ ജെറ്റുകൾ സർക്കാർ നിയന്ത്രണത്തിലുള്ള ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ബ്രോഡ്കാസ്റ്റിന്റെ ആസ്ഥാനം ലക്ഷ്യമാക്കി ആക്രമണം നടത്തി. ആക്രമണത്തിന് മുമ്പ് ഒരു ഇസ്രായേലി സൈനിക വക്താവ് ടെഹ്റാനിലെ ഒരു നിയുക്ത പ്രദേശത്തേക്ക് ഒഴിപ്പിക്കൽ മുന്നറിയിപ്പ് നൽകിയതായി എക്സിലെ വക്താവിന്റെ പോസ്റ്റിൽ പറയുന്നു. ജൂൺ 13-ന് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന പേരിൽ ഇസ്രായേൽ ഇറാനിൽ ബോംബാക്രമണം ആരംഭിച്ചു. ടെഹ്റാൻ ഒരു ആണവ ബോംബ് നിർമ്മിക്കുന്നതിന്റെ വക്കിലാണെന്നും ആണവ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതികളെ ലക്ഷ്യമിടുന്നുവെന്നും പറയുന്നു. സംഘർഷത്തിനിടയിൽ ആണവ നിർവ്യാപന ഉടമ്പടി ഉപേക്ഷിക്കുന്നതിനുള്ള ഒരു ബില്ല് പാർലമെന്റ് തയ്യാറാക്കുകയാണെന്ന് ഇറാൻ പറഞ്ഞു. കൂട്ടനശീകരണായുധങ്ങൾ വികസിപ്പിക്കുന്നതിന് ടെഹ്റാൻ എതിരാണെന്നും അവർ കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം.